ഹലോ ഗായ്സ്, ഇന്ന് ബാങ്ക് എക്സസ് പേയുടെ ആയിരുന്നു. ബാങ്ക് എക്സസ് പേയുടെ നമ്മൾ 3 ട്രേഡ് എടുത്തു. 3 കോൾ ഓപ്ഷനാണ്. നമ്മൾ ഒരു ട്രേഡ് പോലും റൺ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ പ്രോഫിറ്റേ ഉള്ളൂ. ചെറിയ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 100% പ്രോഫിറ്റ് ഉണ്ട്. ബട്ട് നമ്മളത് എക്സിറ്റ് അടിക്കാതിരുന്നെങ്കിൽ നല്ല ഹ്യൂജ് പ്രോഫിറ്റ് കിട്ടിയതിന് നമ്മളൊന്ന് വളരെ ചെറിയ പ്രോഫിറ്റ് മാത്രമേ എടുത്തുള്ളൂ. എനിക്കിങ്ങനൊരു മൂമെൻറ്റ്സ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. ഇത്രയും നല്ലൊരു മൂമെൻറ്റ്സ് മാർക്കറ്റിൽ വരുന്ന ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ല പ്രോഫിറ്റ് നമുക്ക് എടുക്കാമായിരുന്നു. ഇത് നമ്മൾ വളരെ ചെറിയ പ്രോഫിറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. സിമ്പിൾ ട്രേഡുമാണ്. എല്ലാം വളരെ ക്ലിയർ ട്രേഡായിരുന്നു. എൻട്രി ക്ലിയർ ആയിരുന്നു, എക്സിറ്റ് ഒട്ടും ക്ലിയർ അല്ല. കാരണം എനിക്ക് എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നില്ല ഇത്രയും മേലോട്ട് മാർക്കറ്റ് പോകുന്നു. അത് ഹോൾഡ് ചെയ്തില്ലെങ്കിൽ നല്ല രീതിക്ക് പറഞ്ഞാൽ നല്ല അടിപൊളി രീതിക്ക് പ്രോഫിറ്റ് എടുത്തതിന് ഏറെക്കുറെ നമ്മളൊരു 25 ക്യാപിറ്റൽ വെച്ച് യൂസ് ചെയ്ത് ടോട്ടൽ ആ 3 ട്രേഡും കൂടി നമ്മൾ 22 ആണ് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുള്ളൂ. ജസ്റ്റ് നമ്മളൊരു 1 ട്രേഡ് ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറെക്കുറെ നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാകും. നമ്മുടെ ഇന്നത്തെ ട്രേഡിങ് നന്നായിട്ട് പാളിയിട്ടുണ്ട്. അതായത് ഹോൾഡ് ചെയ്തില്ല. ട്രേഡ് മോശമല്ല, എൻട്രിയൊക്കെ വളരെ ക്ലിയർ ആയിരുന്നു, സ്റ്റോപ്പ് ലോസ് ക്ലിയർ ആയിരുന്നു. ബട്ട് എക്സിറ്റ് ഒന്നും ക്ലിയർ അല്ലായിരുന്നു. ഒരു ട്രേഡിൽ എക്സിറ്റ് ക്ലിയർ ആയിരുന്നു, ബട്ട് ബാക്കി 2 ട്രേഡിലും എക്സിറ്റ് അത്രയ്ക്ക് ക്ലിയർ അല്ല. കാരണം എക്സ്പെക്റ്റേഷൻ എനിക്കില്ല അങ്ങോട്ട് പോകുന്നു. പിന്നെ ഓൾ ടൈം ഹൈ ഒക്കെ ബാങ്ക് നിഫ്റ്റി സ്ലോവായിട്ട് ബ്രേക്ക് ചെയ്ത് സിമ്പിളായിട്ടാണ് മൂവ് ചെയ്ത്. അതുകൊണ്ട് എനിക്കിങ്ങനെ പോകുമെന്ന് വിചാരിച്ചില്ല. ജസ്റ്റ് നമുക്ക് നേരം നോക്കാം. എൻ്റെ ട്രേഡ് അവിടെ നിന്ന് എടുത്തേക്കെന്ന് ഞാൻ പറഞ്ഞുതരാം. ക്ലിയർ ആയിട്ട് നല്ല പൊസിഷനായിരുന്നു. എല്ലാം ക്ലിയർ പൊസിഷനായിരുന്നു. നമ്മൾ ഏറെക്കുറെ ഒരു 10 മണിക്കാണ് എൻട്രി എടുത്തത്. നല്ല പൊസിഷൻ പറഞ്ഞാൽ വളരെ ക്ലിയർ പൊസിഷനായിരുന്നു. ഒരു 10 മണിക്ക് എൻട്രി എടുത്തത് വളരെ വളരെ അടിപൊളി പൊസിഷനാണ്. ഈ ഒരു പൊസിഷനാണ് ഞാൻ എൻട്രി എടുത്തത്. സ്റ്റോപ്പ് ലോസ് ആയിട്ട് അവിടെ വന്നതിന് സ്റ്റോപ്പ് ലോസ് അടിക്കാൻ നോക്കേണ്ട പോലും വന്നിട്ടുണ്ടായിരുന്നില്ല. CPR റേഞ്ച് ഉണ്ട് താഴെ. ഒന്ന് സ്റ്റോപ്പ് ലോസ് കാരണം ഒട്ടും നോക്കേണ്ടി വന്നില്ല. അതാണെങ്കിൽ ആ ട്രേഡാണ് നമ്മൾ ഏറെക്കുറെ എക്സിറ്റ് അടിച്ച പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റ ക്യാൻഡിൽ തന്നെ എക്സിറ്റ് അടിച്ചു. ആ ഒരു നേരത്തെ ഉണ്ടാക്കിയ, അതായത് ആ ഒരു ടൈം ഉണ്ടാക്കിയ ഹൈ ടച്ച് ചെയ്തപ്പോൾ ഞാൻ എക്സിറ്റ് അടിക്കുകയും ചെയ്തു. പിന്നെ അവിടെ CPR ലെവലുണ്ട്. അത് കഴിഞ്ഞിട്ട് എത്ര ദൂരം പോയി അത് കറക്റ്റ് കാര്യമില്ല. അത് കഴിഞ്ഞ് വീണ്ടും ബ്രേക്ക് ഔട്ട് ചെയ്ത് മേലോട്ട് പോയി. പിന്നെ എൻ്റെ എടുത്തത് ഈ ഒരു പൊസിഷനാണ്, ഈ ഒരു റീട്രേസ്മെൻറ്റിലാണ്. അതും നല്ല പൊസിഷനായിരുന്നു. നല്ല എൻട്രി എന്ന് പറയാൻ പറ്റില്ല, നല്ല എൻട്രി തന്നെയായിരുന്നു. നല്ല റീട്രേസ്മെൻറ്റ്. നമ്മളൊരു ഫസ്റ്റ് എടുത്ത എൻട്രിയിൽ നമ്മളൊരു 10,000 പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചെറിയ പ്രോഫിറ്റാണ്. അതിന് വെറും 6 ലോട്ടേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഫസ്റ്റ് എടുത്ത എൻട്രിയിൽ നമ്മൾ വെറും 6 ലോട്ടേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ സെക്കൻഡ് എടുത്ത എൻട്രിയിൽ നമ്മൾ വെറും 3 ലോട്ടേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ആവറേജ് ചെയ്തിട്ട് പതിയെ എടുക്കാന്നുള്ളത് കൊണ്ട് ജസ്റ്റ് 3 ലോട്ട് എടുത്തു. അത് നമ്മൾ കുറച്ച് നേരത്തിന് നമ്മൾ എക്സിറ്റ് അടിക്കുന്നുണ്ട്. അധികം നേരം നമ്മളത് ഹോൾഡ് ചെയ്യുന്നില്ല. വളരെ കുറച്ച് നേരം നമ്മളെ ഹോൾഡ് ചെയ്തുള്ളൂ. അതിനുള്ളിൽ തന്നെ നമ്മൾ എക്സിറ്റ് അടിച്ചു. ഇവിടെ നിന്ന് ഈ പൊസിഷനാണ് എൻട്രി എടുത്തത്. ഈ ഒരു ക്യാൻഡലിൽ ഹൈന്ന് എക്സിറ്റും അടിച്ചു. ഇവിടെ നിന്ന് എക്സിറ്റും അടിച്ചിട്ടുണ്ടായിരുന്നു. കൃത്യം പറഞ്ഞതിന് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പൊസിഷനായിരുന്നു. എക്സിറ്റ് നല്ല പൊസിഷനായിരുന്നു ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം നമുക്ക് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് കൊണ്ടുപോകുന്നതായിരുന്നു ഏറ്റവും നല്ലത്. സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്തില്ല. നമ്മൾ ഒരിക്കലും ട്രെയിൽ ചെയ്യാതിരുന്നതിലാണ്. ട്രെയിൽ ചെയ്തിരുന്നെങ്കിൽ നല്ല പ്രോഫിറ്റ് ആയതിന്. ഈ ഒരു പൊസിഷൻ നമ്മൾ എക്സിറ്റ് ഒഴിച്ചു. ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈയിൽ, ഈ ഒരു ഒറ്റ ക്യാൻഡൽ ഹൈയിൽ എക്സിറ്റ് ഒഴിച്ച് മാറി. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും എൻട്രി ഉണ്ടായിരുന്നു. ആ ഒരു ട്രേഡിൽ നമ്മൾ ചെറിയ പ്രോഫിറ്റ് എടുത്തുള്ളൂ. പെട്ടെന്ന് നമ്മൾ മുമ്പത്തെ കുറച്ച് പ്രോഫിറ്റ് കിട്ടിയത് കൊണ്ട് നമ്മളൊരു 3,000 ആണ് അതിൽ നമ്മൾ പ്രോഫിറ്റ് എടുത്തുള്ളൂ. വെറും 3 ലോട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഈ 3 ലോട്ടിലാണ് നമ്മൾ 3,000 പ്രോഫിറ്റ് എടുത്തത്. അടുത്ത ട്രേഡിൽ നമ്മൾ കുറച്ച് 11 ലോട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആവറേജ് ചെയ്തിട്ട് ആ ട്രേഡിൽ നമ്മൾ കുറച്ച് പ്രോഫിറ്റ് എടുത്ത് മാറാണ് ചെയ്തത്. വളരെ കുറച്ച് തന്നെ ആ ട്രേഡിലും പ്രോഫിറ്റ് എടുത്തുള്ളൂ. ചെറിയ പ്രോഫിറ്റ് അതന്നെ പറയാം. നമ്മൾ 15 ലോട്ടിൽ വെറും 8K, അതായത് 8,000 രൂപ മാത്രം അതിലും പ്രോഫിറ്റ് എടുത്തു. അതിൽ എൻട്രി എടുത്ത പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. അതിലെടുത്ത എൻട്രി എടുത്ത പൊസിഷൻ. സ്റ്റോപ്പ് ലോസ് CPRൻ്റെ അതായത് റെസിസ്റ്റൻസിലാണ് എടുത്തത്. 48,914 ഈ ഒരു ലെവലിലാണ് എൻട്രി എടുത്തത്. അത്യാവശ്യം ഈ ഒരു ലെവലിൽ എൻട്രി എടുത്തു. ഇത് സ്റ്റോപ്പ് ലോസ് വെച്ച് കൊണ്ട് ആവറേജ് ചെയ്തു. അങ്ങനെ 11 ലോട്ടാക്കി. ടാർഗറ്റ് നമ്മൾ 49,000 ടാർഗറ്റ് അടിച്ചു. 49,000 അവിടെ നിന്ന് മേലോട്ട് ബ്രേക്ക് ചെയ്ത് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റിയില്ല. എക്സ്പെക്റ്റ് ചെയ്തിരുന്നെങ്കിൽ നല്ല പ്രോഫിറ്റ് ആയാണ്. അങ്ങനെ വളരെ ചെറിയ മൊമെൻറ്റ്സ്
അത് ചെറിയ ചെറിയ മൂവ്മെൻറ്റ്സ് എടുത്തിട്ട് തന്നെ നമ്മളൊരു 100% അടുത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഞാനൊരിക്കലും സാറ്റിസ്ഫൈഡ് ആയ ട്രേഡല്ല എന്നല്ല, ഒരു സാറ്റിസ്ഫൈഡ് ആയ ഒരു ഡേ അല്ല. ചെറിയ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുള്ളൂ. നോർമലി ഞാൻ നന്നായിട്ട് റൺ ചെയ്യുന്ന ഒരാളാണ് ശരിക്കും. ബട്ട് ഇപ്പോൾ കുറച്ചായിട്ട് റണ്ണിങ് ഒന്നും നടക്കുന്നില്ല. കുറച്ച് രീതികളൊക്കെ മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നേരം ഹോൾഡും ചെയ്യുന്നില്ല. ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് എനിക്കിപ്പോൾ എന്താണ് തോന്നുന്നത് അത് ഞാൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് കൃത്യമായിട്ട് ചെറിയ ചിലപ്പോൾ ടാർഗറ്റ് അടിക്കാനായിട്ട് വെയിറ്റ് ചെയ്യില്ല, ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിക്കാനായിട്ട് വെയിറ്റ് ചെയ്യില്ല. കൃത്യമായ പ്ലാനിൻ്റെ പുറത്തല്ല. ഇന്നത്തെ ട്രേഡിന് ചെറിയ പ്ലാനായിരുന്നു. പ്ലാൻ കുറച്ചുകൂടെ വലിയൊരു ടാർഗറ്റ് വെച്ചിരുന്നെങ്കിൽ എന്ന് മാത്രം ഒരു അൺസാറ്റിസ്ഫൈഡ് ആണ് ആ ഒരു കാര്യത്തിൽ. ബട്ട് കുഴപ്പമില്ല, നല്ല ദിവസം തന്നെയായിരുന്നു. ചെറിയ പ്രോഫിറ്റാണ്, കുഴപ്പമില്ലാത്ത ദിവസമായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് നാളെ ട്രേഡ് എടുക്കാം. പിന്നെ കഴിഞ്ഞൊരു വീക്കിൽ റെസ്റ്റായിരുന്നു, ബ്രേക്ക് എടുത്തിരിക്കുകയായിരുന്നു. ബ്രേക്കിന് ശേഷമാണ് ട്രേഡിലേക്ക് വന്ന്. ബട്ട് സാറ്റിസ്ഫൈഡ് അല്ല. ചെറിയ പ്രോഫിറ്റ് എടുത്തെങ്കിലും സാറ്റിസ്ഫൈഡ് അല്ല. കാരണം നമ്മുടെ ടാർഗറ്റ് അത്ര നല്ലൊരു ടാർഗറ്റായിട്ട് നോക്കാൻ പറ്റിയില്ല. നമ്മൾ ഏതെങ്കിലും ഒരു ട്രേഡ് ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ ഇതിനേക്കാളും നല്ല പ്രോഫിറ്റ്, അതായത് കുറച്ച് നല്ല പ്രോഫിറ്റ് കിട്ടിയതിന് ആ ഒരു കാര്യത്തിൽ സാറ്റിസ്ഫൈഡ് അല്ല. ബട്ട് ട്രേഡിൻ്റെ പുറത്ത് ചെറിയ രീതിക്ക് സാറ്റിസ്ഫൈഡുമാണ്, കുഴപ്പമില്ലാത്തതാണ്. എന്തായാലും ഇനിയിപ്പോൾ നാളെ ട്രേഡ് എടുക്കാം. അപ്പോൾ എന്തായാലും ഓക്കെ, ബൈ.